സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അളവുകളെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അളവുകൾ. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ആകെ കരവിസ്തൃതിയുടെ, അതായത് ലോകത്തിന്റെ ആകെ കരവിസ്തൃതിയുടെ 2.42%. 2.42%. അപ്പോൾ നോക്കാം, ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇത് ദശലക്ഷത്തിൽ ചോദിക്കുകയാണെങ്കിൽ 3.28 ദശലക്ഷം. ദശലക്ഷത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ 3.28 ദശലക്ഷം. ചതുരശ്ര കിലോമീറ്ററിലാണെങ്കിൽ 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന്റെ ആകെ ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 2.4% ഇന്ത്യയിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ലോകത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ 2.4% ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമായി മാറിയത്. അത് നമ്മൾ പറഞ്ഞത് ഒരു ഗ്രാഫ് ആക്കിയതാണ്. ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യം, ആകെ വിസ്തീർണം 3.28 ദശലക്ഷം, 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ലോകത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 2.4% ഇന്ത്യയിലാണ്. ഇനി നമുക്ക് വടക്ക് തെക്ക് നീളം നോക്കാം. വടക്ക് തെക്ക് നീളം, അതായത് ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള നീളം. വടക്ക് തെക്ക് നീളം എത്രയാണ്? 3,214 കിലോമീറ്റർ. 3,214 കിലോമീറ്റർ. എത്രയാണ് ഇന്ത്യയുടെ വടക്ക് തൊട്ട് തെക്ക് വരെയുള്ള നീളം? 3,214 കിലോമീറ്റർ. ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. നമുക്കറിയാം ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. 32 ഇതിൽ നിന്ന് കിട്ടുമല്ലോ. വടക്ക് തെക്ക് നീളം നോക്കുന്ന സമയത്ത് 32 നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം 3,214 ആണ്, 32 കിട്ടും. 14 നിങ്ങൾ ഓർത്ത് വെക്കണം. 14 ഓർത്ത് വെച്ചാൽ മതി. 3,214 32 നമുക്ക് അതിൽ നിന്ന് ഓർക്കാം, 14 നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ മൊത്തം 3,214 കിലോമീറ്റർ. ഓർത്ത് വെക്കണം, കിലോമീറ്റർ. കിലോമീറ്ററിലാണ് അധികം തരിക. മീറ്ററിലാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റം, അതായത് മാപ്പ് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വടക്കേ അറ്റം, അതായത് ജമ്മു കാശ്മീരിലെ ഇന്ദിരാക്കോള് തൊട്ടിട്ട് തെക്കേ അറ്റം, അതായത് കന്യാകുമാരി, തെക്കേ അറ്റം വരെയുള്ള നീളമാണ് 3,214 കിലോമീറ്റർ. അപ്പം എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ ജമ്മു കാശ്മീർ അല്ലെ. ജമ്മു കാശ്മീരിലെ ഇന്ദിരാക്കോള് മുതൽ തെക്കേ അറ്റത്തെ കന്യാകുമാരി വരെയുള്ള ആ ദൂരമാണ് 3,214 കിലോമീറ്റർ. എത്രയാണ്? 3,214 കിലോമീറ്റർ. ഇന്ദിരാക്കോൾ എന്താണ്? ഇന്ദിരാക്കോളും ഇന്ദിരാ പോയിന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഇന്ദിരാക്കോൾ എന്ന് പറഞ്ഞാല് ഇന്ദിരാ പോയിന്റുമായി ആശയക്കുഴപ്പത്തിലാകുന്ന ഒരു ഇതാണ്. അപ്പൊ ഇന്ദിരാക്കോൾ എന്ന് പറഞ്ഞാല് ലഡാക്കിലെ, അത് ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ സിയാച്ചിൻ ഹിമാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിന്റ് ആണ് ഇന്ദിരാക്കോൾ. അപ്പൊ എന്താണ് ഇന്ദിരാക്കോൾ? ലഡാക്കിലെ സിയാച്ചിൻ ഹിമാനിയിൽ, ജമ്മു കാശ്മീരിലെ ലഡാക്കിലെ ഏത് ഹിമാനിയിലാണ്? സിയാച്ചിൻ ഹിമാനിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിന്റ് ആണ്
ഇന്ദിരാ പോയിന്റ് എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. ഇത് മുമ്പ് പിഗ്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാർസൺസ് പോയിന്റ് എന്ന് അറിയപ്പെട്ടിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ബഹുമാനാർത്ഥം 1985 ഇത് പുനർനാമകരണം ചെയ്തു. ഓർത്തു വെക്കണം, ഇന്ദിരാ പോയിന്റ് വേറെ, ഇന്ദിരാ കോൾ വേറെ. ഇന്ദിരാ കോള് ലഡാക്കിലെ സിയാച്ചിൻ ഹിമാനിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ദിരാ പോയിന്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ യൂണിയന്റെ ഏറ്റവും തെക്കേ അറ്റമാണ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് വീതി, കിഴക്ക് പടിഞ്ഞാറ് വീതി. അടുത്തേതാണ്? നമ്മളിപ്പോ നോക്കിയത് വടക്ക് തെക്കാണ്. ഇനി നമ്മൾ നോക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് വീതി. അപ്പൊ എത്രയായിരുന്നു വടക്ക് തെക്ക് വീതി? വടക്ക് തെക്ക് വീതി അല്ലെ തെക്ക് വടക്ക് വീതി എത്രയായിരുന്നു? ആ നീളം തെക്ക് വടക്ക് വീതിയല്ല, തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ. ഇനി നമുക്ക് നോക്കേണ്ടത് കിഴക്ക് പടിഞ്ഞാറ് വീതി. കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ. അപ്പം വീതിയാണ്, അപ്പൊ നീളത്തേക്കാൾ കുറവായിരിക്കുമല്ലോ. വീതിയാണ്, നീളത്തേക്കാൾ കുറവായിരിക്കും. അപ്പൊ എത്ര വരും? 2933 കിലോമീറ്റർ. നമ്മൾ ഓർക്കണം, തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. എന്നാൽ കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മറ്റേതുമായിട്ടൊരു ബന്ധമില്ല. അത് 3214. അപ്പൊ ഇത് അതിനേക്കാൾ കുറവാണ്. അപ്പൊ എത്ര വരും? 2933. അപ്പം അതിൽ 3214 32 അല്ലേ തുടങ്ങുന്നത്? ഇവിടെ 33 അവസാനിക്കുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്? 29 വരുന്നുണ്ട്. അപ്പൊ 2933 കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് വീതി. അപ്പൊ എവിടെ തൊട്ട് എവിടം വരെയാണ്? ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ നിന്ന് പടിഞ്ഞാറൻ അതിർത്തി, അതായത് ഗുജറാത്തിലേക്കുള്ള ദൂരമാണ് ഈ 2933 കിലോമീറ്റർ. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി അരുണാചൽ പ്രദേശിൽ നിന്ന് പടിഞ്ഞാറൻ അതിർത്തിയായ ഗുജറാത്തിലേക്കുള്ള നീളമാണ് 2933 കിലോമീറ്റർ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ നോക്കാം. സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അപ്പം ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർണ്ണയിക്കുന്നത് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അനുസരിച്ചാണ്. അപ്പൊ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണെന്ന് ചോദിച്ചാൽ 82.5 കിഴക്കൻ രേഖാംശമാണ്. അക്ഷാംശ രേഖയല്ല, രേഖാംശ രേഖയാണ്. 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇതുപയോഗിച്ചാണ്, ഈ കിഴക്കൻ രേഖാംശം ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്. അപ്പം ഇത് ഇന്ത്യയിലെ ഒരു ഭാഗത്തുകൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഏതിലൂടെയാണ് കടന്നു പോകുന്നത്? ഉത്തർപ്രദേശിലെ മിർസാപൂറിലൂടെയാണ്. മിർസാപൂർ. ഇപ്പൊ ഇന്ത്യയിൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്നത്, സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇത് കടന്നു പോകുന്നത് എന്തിൽ കൂടിയാണ്? ഉത്തർപ്രദേശിലെ മിർസാപൂർ വഴിയാണ് ഇന്ത്യയിൽ ഈ സ്റ്റാൻഡേർഡ് മെറിഡിയൻ കടന്നു പോകുന്നത്. ഇന്ത്യൻ സമയം കണക്കാക്കുന്നത് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഉപയോഗിച്ചാണ്. അപ്പൊ ഇത് നമ്മൾ ഇത്രയും പറഞ്ഞത് അളവുകളുടെ സംഗ്രഹമാണ്. ഇന്ത്യയുടെ ആകെ വിസ്തൃതി 32,87,263 ചതുരശ്ര കിലോമീറ്റർ. വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് വീതി 2933 കിലോമീറ്റർ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ലോക രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്?
7ാം സ്ഥാനം. ജനസംഖ്യയിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യ, 2 കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ. 7ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇനി ജനസംഖ്യയുടെ കാര്യം എടുത്താൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞതാണ്, പ്രധാന നിഗമനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.